നമസ്കാരം. ഇന്ത്യൻ വാർത്താ മേഡ് ഇൻ ഇന്ത്യയിൽ നമ്മൾ നിന്ന് പോകുന്നത് ബംഗളൂരുവിലേക്കാണ്. ഒരുപാട് പ്രൊഡക്ഷൻസ് നടക്കുന്ന ഒരു സെൻറ്റർ തന്നെയാണ് ബംഗളൂരു. നമ്മളിങ്ങനെ ഓട്ടോറിക്ഷയിലൊക്കെ കയറി ഓരോ കേന്ദ്രങ്ങൾ തപ്പിത്തപ്പിങ്ങനെ ഇറങ്ങിയതാണ്. ബംഗളൂരുവിനെ സംബന്ധിച്ച് പ്രധാനമായും വസ്ത്ര വ്യാപാരത്തിൻ്റെയും നമ്മുടെ നാട്ടിലെത്തുന്ന ഒരുപാട് നമ്മുടെ ഓർണമെൻറ്റ്സിൻ്റെയും ഒക്കെ ഒരു പ്രൊഡക്ഷൻ കേന്ദ്രമാണ്. അതൊക്കെ നമ്മുടെ നാട്ടിലെത്തിച്ച് ഇവിടെ ഒരുപാട് പേര് വിൽപ്പന നടത്തുന്നതുമുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോ ഒക്കെ കയറി ഇങ്ങനെ പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത് എന്നല്ലേ? നമ്മൾ പോകുന്നത് വി പുരം എന്ന ഒരു പ്രസിദ്ധമായ ഇടത്തേക്കാണ്. ഇവിടെ പ്രധാനമായും ഒരു ഫുഡ് സ്ട്രീറ്റിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. എങ്കിലും നമ്മളിന്ന് പോകുന്നത് അവിടുത്തെ വീവേഴ്സ് സ്ട്രീറ്റ് എന്ന സ്ഥലത്തേക്കാണ്. ഇത് വരുന്നത് ബംഗളൂരുവിലെ വി പുരം അഥവാ വിശ്വേശ്വരപുരം എന്ന സ്ഥലത്താണ്. നമ്മുടെ കിങ്സ് ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റായിട്ടാണ് ഇത് വരുന്നത്. ഒരു റോഡിൻ്റെ ഒരു വശത്ത് മുഴുവനായിട്ട് ഈ രീതിയിൽ മുള കൊണ്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ, കരകൗശല ഉൽപ്പന്നങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമായ ചെറിയ കുട്ടകൾ. ഇത് കണ്ടോ, ഇത് ശരിക്കും കളർഫുള്ളാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിലിട്ട് വയ്ക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുട്ടകളാണ്. ഇങ്ങനെ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മുറമുണ്ട്. അതുപോലെ ഇത് കണ്ടോ, ഇതൊക്കെ നമുക്ക് ഒരു മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടെയ്നേഴ്സ് പോലത്തെ സംഭവങ്ങളാണ്. പിന്നെ നമ്മുടെ ബ്ലൈൻഡ്സ് ആണത്. നമുക്കിങ്ങനെ കർട്ടൻ പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, വെയിലടിക്കാതിരിക്കാനൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന, വീടിന് മുമ്പിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്നതുണ്ട്. ഇതൊക്കെ വരുന്നത് നമുക്ക് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഹാങ്ങിങ്സ് ആണ്, നമ്മുടെ ലൈറ്റ് ഹോൾഡേഴ്സ്. ഇതുപോലെ ആളുകൾ ഇരുന്ന് റോഡിന് വശത്ത് ഇരുന്നാണ് ഈ ഓരോ കുട്ടകളും ഓരോ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ ഇവർ കണ്ടോ, ഇതുപോലെ മുളയാണിത്. വളരെ നീളത്തിലുള്ള മുള കൊണ്ടുവന്നിട്ട് കത്തിയൊക്കെ ഉപയോഗിച്ച് ചീകി എടുത്തിട്ടാണ് ഇവയൊക്കെ ഉണ്ടാക്കുന്നത്. കണ്ടോ, ഇതൊക്കെ നമ്മുടെ മുറം, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന മുറം, കുട്ടകൾ, കൂടകൾ ഒക്കെയാണ് ഇത് വരുന്നത്. ഒരു 10-30ഓളം ഷോപ്പുകളുണ്ട് ഇതുപോലെ റോഡിന് സൈഡിൽ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം കിട്ടുന്നത്. ഇതാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽ വരുന്നത്, നമ്മുടെ മുള. അത് ഇവരിങ്ങനെ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരും. എന്നിട്ട് അവർ ചീകിയെടുക്കും. ഇങ്ങനെ മാനുവലി അവരതിങ്ങനെ ചീകി ആവശ്യാനുസരണം, ആവശ്യത്തിന് വീതിക്ക് കട്ടിക്കൊക്കെ ചീകിയെടുത്തിട്ട് ഇതുപോലെ ഓരോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ കണ്ടോ, ഇവിടെ ഒരാളിരുന്നിട്ട് കാര്യമായിട്ടൊരു വലിയൊരു ബോർഡ് പോലത്തെ സംഭവം ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ നിറയെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവർ ഓർഡർ അനുസരിച്ചൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ, സ്പെസിഫിക് ആയിട്ട് വേണമെങ്കിൽ ഇവരോട് പറഞ്ഞാൽ ഇവർ ഇതുപോലെ അത് സെറ്റ് ചെയ്ത് തരും. ഇതൊക്കെ വരുന്നത് റോ മെറ്റീരിയലാണ്. കണ്ടല്ലോ, അങ്ങനെ പച്ചമുള കൊണ്ടുവരുന്നുണ്ട്. ഇത് ഉണക്കണം, കുറേ പ്രോസസ്സ് ഉണ്ട്. ഒരുപാട് പേര് ഇങ്ങനെ ഇരുന്ന് ഇതൊക്കെ ഉണ്ടാക്കുന്നു, വിൽപ്പന നടത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഷോപ്പാണ്, ചെറിയ ഷോപ്സാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കുട്ടകളോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇവരോട് വാങ്ങിക്കാം. അതാണ് ഇവിടുത്തെ ഒരു പരിപാടി. കണ്ടോ, ഒരു ചേച്ചി ഇരുന്നിട്ട് ഇങ്ങനെ മുള ചീകിയെടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ അവർക്ക് ആവശ്യാനുസരണം എന്താണോ ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ച് അവർ ചീകിയെടുക്കും. പല വീതിയിലൊക്കെ ഇത് ചീകിയെടുക്കും. ഇതൊക്കെ മനോഹരമായ ലൈറ്റ് ഹോൾഡേഴ്സാണ് ഹാങ്ങിങ് ആയിട്ട്. ഇതൊക്കെ വരുന്നത് കണ്ടോ, നല്ല രസമുള്ള പല കളറിൽ പല വലുപ്പത്തിലുള്ള ഓരോ കൂടകൾ പോലത്തെ, ചെറിയ കുട്ടകൾ പോലത്തെയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു കണ്ടെയ്നർ, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇട്ട് വയ്ക്കാൻ പറ്റിയ, മുകളിൽ ഗണേശയുടെയൊക്കെ ഉള്ളൊരു സംഭവമായിരുന്നു. അത് നമ്മൾ വാങ്ങിച്ചു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ ലൈറ്റ് ഹോൾഡേഴ്സാണ്. കണ്ടോ, നമുക്ക് വീടുകളുടെ മുമ്പിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്യാം, നമ്മുടെ ലിവിങ് റൂമിലൊക്കെ ഹാങ് ചെയ്യാവുന്നതാണ്. ഇവിടെ വേറൊരു ചേച്ചിയും ഇതുപോലെ ഇങ്ങനെ കണ്ടോ, ഈ മുള ഇങ്ങനെ ചീകി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചേട്ടൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുട്ട നെയ്യാണ്. ഇത് വരുന്നത് പൂക്കൂടയാണ്. ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബംഗളൂരു എന്ന് പറഞ്ഞാൽ പൂക്കളുടെ ഒരു കേന്ദ്രമാണ്. ഒരുപാട് പൂക്കളൊക്കെ ഇവിടെ അവർക്ക് ആവശ്യം വരാറുണ്ട്. പൂജകൾക്കൊക്കെ ആയിട്ട് എല്ലാ വീട്ടിലും പൂജ ചെയ്യും. അപ്പോൾ പൂക്കളും പൂമാലകളൊക്കെ വയ്ക്കും. അപ്പോൾ അത് വലിയൊരു മാർക്കറ്റാണ് പൂക്കളുടെ. അപ്പോൾ അതുപോലത്തെ പൂക്കൾ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് കടകളിലൊക്കെ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കൊണ്ടു നടന്ന് വിൽപ്പനയൊക്കെ നടത്താൻ ഉപയോഗിക്കുന്ന ഒരു കുട്ടയാണ് ആ ചേട്ടൻ അവിടെ മെടഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഒരു ബാസ്ക്കറ്റ് പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് വയ്ക്കാൻ പറ്റിയൊരു മറ്റൊരു കുട്ടയാണ്, ഒരു അടപ്പൊക്കെ ഉള്ളൊരു കുട്ടയാണ്. ഈ ഒരു ചേച്ചിയുടെ പേര് വരുന്നത് ലക്ഷ്മി എന്നാണ്. ഒരുപാട് വർഷമായിട്ട്, ഒരു 10-25 വർഷമായിട്ട് ഇവിടെ ഈ രീതിയിൽ ഇങ്ങനെ ഇവർ കുട്ട ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ. മൈസൂരുവിലെ ശ്രീരംഗപട്ടണം എന്ന സ്ഥലത്തു നിന്നാണ് ഈ രീതിയിൽ ബംഗളൂരുവിൽ വന്ന് ഈ ഒരു തൊഴിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ പരമ്പരാഗതമായി തന്നെ ഇവരുടെ ഒരു കുലത്തൊഴിൽ പോലെ ഇവർ ചെയ്തു വരുന്നതാണ്. ഇവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഇതുപോലെ കുട്ടനെയ്യലും ഇതുപോലെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കലൊക്കെ ആയിരുന്നു ജോലി. തുടർന്ന് ഇവരും ഒരു 10 വയസ്സ് മുതൽ ഈ രീതിയിൽ മുള കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഈ ഒരു ജോലിയിൽ ഏർപ്പെട്ട് വരുന്നു എന്ന് ഇവർ പറഞ്ഞു. ഇവർ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടാണ് ഇവിടെ ഈ ഓരോ തൊഴിലിൽ ഏർപ്പെടുന്നത്. ചിലർ ഒറ്റയ്ക്കുമൊക്കെ വന്നിട്ട് ഇവിടെ ഈ ഒരു തൊഴിലെടുത്ത് ഉപജീവനം നടത്തുന്നുണ്ട്. നമ്മൾ പിന്നെ കുറേ നേരം അവരോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. കുറേയൊക്കെ നമുക്ക് മനസ്സിലായി, നമ്മൾ പറയുന്നത് കുറേയൊക്കെ അവർക്ക് മനസ്സിലായി. അങ്ങനെ
അങ്ങനെ കുറേ സംസാരിച്ചു. അവരവരുടെ അനുഭവങ്ങളും എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു തന്നു. അതിനൊപ്പം തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ അവർ ആ കുട്ട നെയ്യലിൻ്റെ അവസാന ഘട്ടത്തിലെത്തി. അതിനി ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. നമ്മുടെ ചേട്ടൻ ഇപ്പോഴും അവിടെ ഇരുന്നിട്ട് ഈ പറഞ്ഞ പൂക്കൂടകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണം ഫിനിഷിംഗ് കഴിഞ്ഞു, അടുത്തതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഓരോന്നും ഇങ്ങനെ അവസാനത്ത് പുറത്തേക്ക് നിൽക്കുന്ന ഭാഗം അതിനുള്ളിലേക്ക് കയറ്റി വയ്ക്കും. അങ്ങനെ അത് ഫിറ്റ് ചെയ്ത് ഉറപ്പിച്ച് അത് നല്ല ഫലമായി അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയി ഉറച്ചിരുന്നു എന്നൊക്കെ ഉറപ്പ് വരുത്തും. അങ്ങനെ അത് ഫിനിഷ് ചെയ്യും. അപ്പോൾ നമ്മുടെ കുട്ട ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നേരത്തെ കംപ്ലീറ്റ് ആയതാണ്. ഇത് അടുത്ത കുട്ടയുടെ പണിയിലാണ് ആൾ. അപ്പോൾ അതിങ്ങനെ അതിന് ഉള്ളിലേക്ക് അത് കയറ്റി വയ്ക്കുക. വളരെ ശ്രദ്ധിച്ച് സമയമെടുത്ത്, പക്ഷേ ഇവർ ആ ഒരു കൈവഴക്കം കൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് ചെയ്തു വരുന്ന ഒരു പണിയാണിത്. കണ്ടോ, അതിങ്ങനെ അവസാനം എല്ലാം ഇങ്ങനെ മടക്കി വെച്ച് ഇനി അതിനുള്ളിലേക്ക് കയറ്റി വയ്ക്കും. അങ്ങനെയാണത് ഫിനിഷ് ചെയ്യുന്നത്. ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഈ ലക്ഷ്മി ചേച്ചി ഈ രീതിയിൽ കുട്ടകൾ ഉണ്ടാക്കുന്നത് നോക്കിയിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. കന്നഡയാണ്, അവർക്ക് വേറൊരു ഭാഷയും അറിയില്ല. എങ്കിലും നമ്മൾ പറയുന്നത് കുറേയൊക്കെ അവർക്ക് മനസ്സിലായി. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അവരിവിടെ വന്നത് എങ്ങനെയാണ്, അവരുടെ വീട്, എല്ലാ കാര്യങ്ങളും അവരിങ്ങനെ നമ്മളുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഇവർക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റും അത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം ഡിപ്പെൻസ്, ഇപ്പോൾ ഇവരെന്താണ് ഉണ്ടാക്കുന്നത് അതനുസരിച്ചിട്ട്. ഇപ്പോൾ ഇതിനൊക്കെ അവർ പറയുന്നത് ഒരു 2-3 മണിക്കൂർ കൊണ്ട് ഈ ഒരു കൊട്ട ഉണ്ടാക്കി കഴിയും എന്നാണ്. ഇതിന് അടപ്പ് ഉൾപ്പെടെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് അത്രയും ഫാസ്റ്റായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. ഇതിപ്പോൾ പല കളറിലായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇവർ പറയുന്ന ഈ ഇതിനാവശ്യമായിട്ടുള്ള മുളയൊക്കെ വരുന്നത് ബൽഗാമിൽ നിന്നാണ് എന്നാണ്. ബൽഗാമിൽ നിന്ന് ഇവിടുത്തെ മാർക്കറ്റിൽ അതെത്തും. അവിടെ നിന്ന് ഇവർ ഇത് ആവശ്യമായ രീതിയിൽ ഇത് പർച്ചേസ് ചെയ്യും. ഇത് പല കളറിലുള്ള മുളകളായിട്ട് തന്നെ ഇവർക്ക് കിട്ടും. എന്നിട്ട് ഇവർ ആവശ്യാനുസരണം അതിനെ ചീകി എടുത്തിട്ടാണ് ഈ രീതിയിൽ കുട്ട നെയ്യുന്നത്. വളരെ ക്ഷമയും ഒക്കെ വേണ്ട, സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി തന്നെയാണ് ഈ ഓരോ കുട്ട നെയ്യലും. അങ്ങനെ നമ്മൾ ആ കുട്ട നെയ്യലിൻ്റെ ഫിനിഷിംഗ് ഒക്കെ കണ്ടു. പിന്നെ വീണ്ടും നമ്മളിങ്ങനെ നടന്നു. 10-30ഓളം ഷോപ്സ് ഉണ്ട് ആ ഒരു സൈഡിലായിട്ട്. അപ്പോൾ എല്ലായിടത്തും കുറേയൊക്കെ സെയിം സാധനങ്ങൾ തന്നെയാണ്, എങ്കിലും ചില സ്ഥലത്ത് കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ഓരോരുത്തർ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ കണ്ട് അവരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് അവിടെ ഇങ്ങനെ നടന്നു. ഇത് കണ്ടോ, ഈ ചേച്ചി എന്തോ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മുള ചീകി എടുക്കുകയാണ്. വളരെ ശ്രദ്ധിച്ച് അത് പൊട്ടാതെ ആവശ്യത്തിനുള്ള കനത്തിലാണ് അതിങ്ങനെ ചീന്തി എടുക്കുന്നത് കത്തി ഉപയോഗിച്ച്. വേറെ ഒരു ചേച്ചി ഇവിടെ കണ്ടോ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയ ചെറിയ കുട്ടകൾ ഉണ്ടാക്കുകയാണ്, കുഞ്ഞി കുട്ടകൾ. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച്, ഇപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കൂടകൾ ഉണ്ടാക്കുകയാണ്. കണ്ടോ, ആളുടെ അങ്ങനെ വളരെ സ്പീഡായിട്ട് അവരുണ്ടാക്കുന്നത് കണ്ടോ. പെട്ടെന്ന് നമ്മൾ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇവരിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ വിശേഷങ്ങൾ ചോദിക്കും, നമ്മൾ എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ചോദിക്കും. അതിൻ്റെ ഇടയിൽ തന്നെ ഇത് ഇവർ ഫിനിഷിങ് എത്തിക്കും. അങ്ങനെ എല്ലാം ഈ ഒരു രീതിയൊക്കെ ഏകദേശം സെയിമാണ്, പക്ഷേ പല വലുപ്പം, പല മീൻസ് പല രൂപത്തിൽ. അങ്ങനെ ഇതിൽ ഉപയോഗിക്കുന്ന മുളയുടെ കട്ടി, വീതി എല്ലാം ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെയുള്ള ചെറിയ ചെറിയ കുട്ടകളാണ് ഇവിടുത്തെ ഈ ഒരു ചേച്ചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ബംഗളൂരു വി പുരത്തെ കൃഷ്ണരാജേന്ദ്ര റോഡിലുള്ള വീവേഴ്സ് സ്ട്രീറ്റിലെ കാഴ്ചകളാണ് നമ്മൾ മെയ്ഡ് ഇൻ ഇന്ത്യയിൽ ഇപ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായി പരമ്പരാഗതമായ രീതിയിൽ കുട്ട നെയ്ത്ത്, കരകൗശല വസ്തുക്കൾ, മുള കൊണ്ടുള്ളത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ കണ്ട് ആ ഒരു മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇവരിൽ നിന്ന് കുറേ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. ഇത്തരത്തിലുള്ള പരമ്പരാഗത വ്യവസായങ്ങളൊക്കെ നിലനിൽക്കണമെങ്കിൽ നമ്മളതൊക്കെ വാങ്ങി തന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ ഒരുപാട് സ്ട്രീറ്റ്സ്, വ്യത്യസ്തമായ സ്ട്രീറ്റ് ബംഗളൂരുവിലുണ്ട്. മറ്റൊരു നിർമ്മാണ കാഴ്ചയുമായി വീണ്ടും കാണാം. ഞാൻ ശ്രുതി. ബൈ.